നാടകവേദി കടവേദിയുടെ സ്നേഹ സ്വാഗതം. നടനും സംവിധായകനും രചയിതാവുമായി നാടകത്തിനു വേണ്ടി ജീവിച്ച, നാടകം ജീവിതമാക്കിയ, നാടിനെ നാടകമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുരളീദാസ് പൂളക്കോൾ കടവേദി നാടകവേദിയുടെ ചിന്തയും ചൈതന്യവുമായിരുന്ന അദ്ദേഹത്തിന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ഒരിറ്റ് കണ്ണീർ പൂക്കൾ സമർപ്പിക്കുന്നു. കടത്തനാട്ടിലെ വയലേലകളിൽ പാടിപ്പതിഞ്ഞ് വടക്കൻ പാട്ടുകളിലെ വീരനായകൻ പനയംകുളങ്ങര കുഞ്ഞിച്ചേരൻ 300 വർഷങ്ങൾക്ക് മുൻപ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അനീതികൾക്കുമെതിരെ തന്റെ മരണം കൊണ്ടുതന്നെ സമരചരിത്രം എഴുതിയ കഥയാണിത്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ ഇവിടെ ആരുമില്ലേ? രക്ഷിക്കണേ. അയ്യോ, ഓടി വരണേ, ഓടി വരണേ. ഇവിടെ ഇവിടെ ആരുമില്ലേ? ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്താ കിടന്നലറുന്നത്? ഇതാ വെള്ളം. കണ്ടു, ഞാൻ കണ്ടു. എന്ത് കണ്ടു എന്നാ നീ പറയുന്നത്? നീ ആരാ? എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെയാ. ഇവിടെ മുയ്യോട്ട് പറമ്പിൽ വന്നതാ. മുയ്യോട്ട് പറമ്പിലോ? എന്തിന്? അതും ഈ ത്രിസന്ധ്യാ നേരത്ത്? ഞാൻ അവിടെ ചേരന്റെ ശവക്കലറ കാണാൻ വന്നതാ. സന്ധ്യ കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് പോകാറില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ തീരെ പോകാറില്ല. ഞാൻ കണ്ടു. നീ എന്ത് കണ്ടുവെന്നാ പിന്നെയും പറയുന്നത്? ചേരന്റെ ശവക്കലറക്കടുത്ത് മറക്കുടയും ചൂടി നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീരൂപം. അതവളാ, ചെറുപറ്റയില്ലാത്ത കുഞ്ഞിലക്ഷ്മി. കുഞ്ഞിലക്ഷ്മിയോ? അതെ, ചേരന്റെ പെണ്ണ്. അവൾ ചേരനെ കാണാൻ വന്നതായിരിക്കും. മരിച്ചു കഴിഞ്ഞിട്ടും ഇണപിരിയാത്ത ബന്ധമാ അവരുടേത്. നീ എന്തിനാ അവരെ ശല്യം ചെയ്യാൻ അങ്ങോട്ട് പോയത്? ഞാനൊരു എഴുത്തുകാരനാ, ചരിത്രകാരൻ. എനിക്ക് ചേരനെ കുറിച്ച് അറിയണം. ആ ചരിത്രകഥ എഴുതണം. മുത്തശ്ശിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ സഹായിക്കാം കുഞ്ഞെ. നീ അത് എഴുതണം. ഞങ്ങളുടെ തലമുറ വടക്കൻ പാട്ടിലൂടെ പാടി വന്ന പനയംകുളങ്ങര കുഞ്ഞിച്ചേരന്റെ കഥ നീ എഴുതണം. അത് നാടറിയണം. ആ കഥ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഈ നാടകം ഇവിടെ അവതരിപ്പിക്കാൻ വേദി ഒരുക്കിത്തന്ന ആയഞ്ചേരി ശ്രീ ശിവക്ഷേത്ര ഭാരവാഹികൾക്കും സർവോപരി ഞങ്ങളോട് നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, ശബ്ദവും വിളിച്ചും തന്ന് സഹകരിക്കുന്ന റിഥം ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സിന്റെ നല്ലവരായ കലാകാരന്മാർക്കും സർവോപരി
ഈ നാടകം വീക്ഷിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. നിങ്ങളുടെ ശ്രദ്ധേയമായ വീക്ഷണവും പ്രോത്സാഹനവും പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം തുടരുന്നു. അപ്പോഴാണ് ഈ ഓമനത്തമുള്ള കുഞ്ഞിവിടെ കളിക്കുന്നത്. കണ്ടപാടെ ഇവിടെ ഒന്ന് ഇറങ്ങാൻ തോന്നി. 2 വർഷം മുമ്പ് ഇവന്റെ അച്ഛൻ മരിച്ചത്. ആ കുറവുകളൊന്നും അറിയിക്കാതെയാ ഞാൻ ഇവനെ വളർത്തുന്നത്. ഭവാനിയമ്മക്ക് പ്രയാസമൊന്നും തോന്നില്ലെങ്കിൽ നാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കുഞ്ഞിനെ നമുക്ക് തരാമോ? ഭവാനിയമ്മേ, ഏറെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ തമ്പുരാട്ടിക്കും ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാ. നാം ഇവനെ നന്നായി നോക്കണം. ഭവാനിയമ്മക്ക് അവനെ എപ്പോ കാണണമെന്ന് തോന്നിയാലും അപ്പൊ തന്നെ കൊട്ടാരത്തിലേക്ക് വരാം. ഭവാനിയമ്മേ, നാം വളരെ പ്രയാസപ്പെട്ടാണ് ചോദിക്കുന്നത്. തമ്പുരാന്റെ സങ്കടം കാണാതെ പോകരുത്. അതെ, കുറ്റിപ്പുറം നാടുവാഴി തമ്പുരാൻ കേവലം ഒരു പെണ്ണ എന്റെ മുമ്പിൽ യാതൊരു തന്നെയാണെന്ന് കൂട്ടിക്കോളാം. നാം ഇവനെ നന്നായി നോക്കാം, വളർത്താം, അന്തഃപുരത്തിൽ ഉറക്കാം, വല്ലക്കിലേക്കാം. അവൻ അവിടെ രാജകുമാരനായിട്ട് വാഴും. അതെ, ഇതാ തമ്പുരാൻ എങ്ങനെ പറയുമ്പോ ഞാൻ എന്ത് പറയാനാ? എവിടെയായിരുന്നാലും എന്റെ മകൻ നന്നായി വളർന്നാൽ മതി.
കിടന്നിച്ചോറുന്നേരോ ലോനോ കിടന്നിച്ചോറുന്നേരോ ഉറക്കത്താരങ്കീന കണ്ടേ കണ്ണേ ഉറക്കത്താരങ്കീന കണ്ടേ കണ്ണേ ഉറക്കത്താരങ്കീന കണ്ടേ കണ്ണേ ഞെട്ടിയോണെന്നല്ലോ കുഞ്ഞി കണ്ണേ ഞെട്ടിയോണെന്നല്ലോ കുഞ്ഞി കണ്ണേ ഞെട്ടിയോണെന്നല്ലോ കുഞ്ഞി കണ്ണേ മാളിയവാടിയിലാണും പോരുന്നല്ലോ മാളിയവാടിയിലാണും പോരുന്നല്ലോ മാളിയവാടിയിലാണും പോരുന്നല്ലോ അമ്മ കിടക്കും മൂറി വാതിക്കേ അമ്മ കിടക്കും മൂറി വാതിക്കേ അമ്മ കിടക്കും മൂറി വാതിക്കേ അമ്മേനെ തന്നെ അങ്ങനെ വിളിക്കുന്നല്ലോ അമ്മേനെ തന്നെ വിളിക്കുന്നല്ലോ അമ്മേനെ തന്നെ വിളിക്കുന്നല്ലോ ഞെട്ടിയോടുന്നല്ലോ വെട്ടോരമ്മ ഞെട്ടിയോടുന്നല്ലോ വെട്ടോര പാട്ട് നിർത്തിക്കൊള്ളി. എന്തിനാ ചോയെ പാട്ട് നിർത്താൻ പറഞ്ഞത്? നല്ല പാട്ടായിരുന്നു. നിന്റെ പാറപ്പെട്ടി പാടുന്നത് കേൾക്കാൻ നല്ല സുഖവും. അടിയാള പാടത്ത് വേരും കൊണ്ട് കയ്യും വേയും മറന്ന് പണിയെടുത്ത് പാടുമ്പോ നമ്മള് പാട്ട് കേൾക്കുമ്പോ കാര്യത്തിലൊരു കളികള് ഇറങ്ങി നമ്മളെ കളിയാണ് കരിഞ്ഞത്. അല്ല കാര്യസ്ഥ ചിലപ്പോ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. ആ കാര്യത്തിൽ ചോയ് ഇടപെടണ്ട. എന്നാലേ പണിക്കാർ ചിലപ്പം പാടത്ത് പാട്ട് പാടുകയും പാട്ട് നിർത്തുകയും ഒക്കെ ചെയ്യും. അതി കാര്യത്തിൽ ഇടപെടണ്ട. ഇനി നിങ്ങളുടെ കളിയൊന്നും ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല. പാടത്തെ കാര്യങ്ങളും കോലോത്ത കാര്യങ്ങളും നോക്കി നടക്കാൻ വന്യതമ്പുരാൻ കുഞ്ഞിച്ചേരനെ ഏൽപ്പിച്ചിരിക്കുക. അത് വെളുത്ത് സന്തോഷം. കുഞ്ഞിച്ചേരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വന്യതമ്പുരാൻ ഈ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചപ്രാണി കഴിച്ചിൽ പെരുത്തിഷ്ട. ഒരിക്കലും ഞാനും ചിണ്ടൻ കൊള്ളനെ കൂടി കുണ്ടുകുളം വച്ചിക്കുമ്പോ ആണ് വന്നിയത്. അന്നെത്രയാ കഴിച്ചില്ലേ കൊണ്ടുപോയെന്ന് അറിയോ? കഴിച്ചില്ല വരാനല്ലോ ഞാൻ കഴിച്ചില്ല പറയാം. ഞാനൊന്ന് ആ തോളി വെള്ളം തുറന്നു പിടിച്ച് വേഗം തുറന്നിട്ട് കുഞ്ഞിക്കണ്ണേ കച്ചൂര കണ്ടീല കുഞ്ഞിക്കണ്ണേ കച്ചൂര കണ്ടീല കുഞ്ഞിക്കണ്ണേ നോനോ കിടന്നിച്ചോറങ്ങുന്നേരോ നോനോ കിടന്നിച്ചോറങ്ങുന്നേരോ നോനോ കിടന്നിച്ചോറങ്ങുന്നേരോ പാട് നന്നായി പാടി കേട്ടോ. ഞാൻ നന്നായി ആസ്വദിച്ചു. ഏനെ അമ്മ പഠിപ്പിച്ചതെയാ. നല്ല സ്വരം, നല്ല ഭംഗി, പിന്നെ ഭാവിനെ കാണാനും നല്ല ചേരുണ്ട് കേട്ടോ. ഒന്ന് പോ നമ്മളെ ഓർ കേക്കണ്ട നിങ്ങളെ ചിങ്കാരം. അല്ല പാറു, എങ്ങനെയായി ഈ ചോയുമായിട്ട് ഒത്തുപോകുന്നത്? എന്റെ മക്കള് അപ്പനായി പോയില്ലേ. എന്നാലേ പാറുവിന് ഞാനൊരു സമ്മാനം തരട്ടെ. എനിക്കാ എന്ത് സമ്മാനോ? ചോയോട് പറയണ്ട. ഒരു ദിവസം ആ കളപ്പുറയിൽ വെച്ചിട്ട് തരാം. ഓ നാണയത്തി കൊടുത്ത സമ്മാനം. ഏത് നാണി? ഞാൻ പണിക്കൂട്ടത്തിന് നാണയത്തി കാര്യങ്ങളല്ലോ എന്നോട് പറഞ്ഞു. അതിന്റെ പാറു, ഞാനിങ്ങനെ വരുമ്പോ അറിയാതെ തട്ടിപ്പോയതാന്നേ. അറിയാണ്ട് തട്ടിപ്പോന്നല്ല ഭയന്നെ പോയി കായ് പിടിച്ചാണ് നാണയത്തി എന്നോട് പറഞ്ഞു. അല്ല, അവൾ അങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞു എന്നോട് മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്നാല് പാറുവിതാരോടും ചെന്ന് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഞാനിതിപ്പോ ആരോടൊന്നും പറയില്ല. അല്ല എനക്കും ആ സമ്മാനം തന്നെയാ നമ്മള് തരാൻ പോന്നെ. അയ്യടാ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ. അയ്യോ പാറു, ഞാൻ ഉദ്ദേശിച്ചത് അതല്ലാന്നേ. ഇതൊക്കെ ഞാൻ അവരോട് പറയണ. ആരോട്? ചോദിയോടോ? ആ ചതിക്കല്ലേ ചോദിയേ. പാറു ചോദിക്കാറില്ലാല് അങ്ങനെ വലിക്കുവാ. ഊര് നിന്നേ ചോദിയോ? വെള്ളം കുടിച്ചിട്ട് വേഗം പഠിക്കാറില്ല. അല്ലാണ്ട് നമ്മളെ ചിങ്കാരം കേട്ട് നിൽക്കണ്ട. എന്താ ചോയേ? വെള്ളം തുറന്നു വിട്ടോ? ആ തുറന്നു വിട്ട്. ആ വരിക്കോളി ഭാഗത്തെ നാട്യമൊക്കെ എന്താണോ? സംഭവം കാണാൻ വരുമ്പോ ചെന്നാക്കണം. ചോദിച്ചോ. ഈ കൊല്ലം നല്ല മഴയായതുകൊണ്ട് നല്ല വിളവായിരിക്കുമല്ലോ ചോയ്യേ? ആയിരിക്കും. കുഞ്ഞു ചേരനല്ലേ വരുന്നത്?
എങ്ങും പച്ചപ്പ് മാത്രം. നിറഞ്ഞു വളഞ്ഞു നിൽക്കുന്ന വയലിലകൾ, ചെറുമീനുകളും വരാലുകളും നീന്തിത്തുടിക്കുന്ന തോടുകൾ, തൈത്തങ്കോലകൾ പീലി വിടർത്തി ആടുന്ന നമ്മുടെ ഗ്രാമം. തമ്പുരാനും പെരുത്തിഷ്ട നമ്മുടെ നാട്. പാടത്ത് വരുമ്പോ ഇങ്ങനെ തന്നെയാ പറയാറ്. പാവം ഇപ്പൊ വയ്യാണ്ടായി. ഇനി ഇതൊക്കെ ഒന്ന് നോക്കി നടത്തുന്നത് ചെറിയമ്പ്രാനാണ്. എല്ലാം നമ്മുടെ ചോയ്മൂപ്പന്റെയും കൂട്ടരുടെയും കൈമൈ മറന്നുള്ള അധ്വാനത്തിന്റെ ഫലമല്ലേ? അവരല്ലേ ഈ ഭൂമി പൊന്നാക്കുന്നത്. ഞാളങ്ങോട്ട് അയ്യോ എന്താ ചോയ്യേ? ചെറുവച്ചില്ലത് തിന്നായിക്കോട്ട് വരുന്നത് മുൻകോപക്കാരനാ. നാളെ കണ്ടില്ല അശുദ്ധി മാറ്റാം. ഞാൻ മാറി നിൽക്കാം. ചെറുവച്ചിലത്തെ നമ്പൂതിരിയെ പേര് കേട്ട ആളാ. മന്ത്രതന്ത്രാദികളിലൊക്കെ കേമന. എവിടെയോ പൂജക്കോ മറ്റോ പോകുന്ന വഴിയാ. ചെറുവച്ചില്ലമോ? പെറ്റമ്മയെ കാണാൻ അതുവഴിയല്ലേ ഞാൻ പനയംകുളങ്ങര പോവാറ്. മണുതരിയ മണമോ അല്ല കാഴ്ച, ആരാ പാടുന്നത്? അത് നമ്മുടെ വെള്ളന്റെ മകനാ. പണിക്കൊന്നും പോകൂല. ഈ പണിക്കാരെ എഴുതിയിരുന്ന് ഇങ്ങനെ പാടും. പിന്നെ അല്പം കേട്ടോ. തമ്പുരാൻ പാട്ടൊക്കെ ആസ്വദിച്ച് ഇവിടെ അങ്ങ് ഇരിക്കും. ഞാനിന്ന് കൂനമ്പറമ്പ കുന്നുവരെ പോയിട്ട് വരാം. ഇന്ന് നാളികേരം ഇടാൻ വെള്ളം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാനങ്ങോട്ട് ഞാൻ ഇറങ്ങിപ്പോ അതിവിടുത്തെ പണിക്കാരൻ വെള്ളന്റെ മകനാ. അല്ല, അച്ഛൻ തിരുമേനിയുടെ? അയ്യോ, അതിന്റെ അച്ഛനല്ല, എന്റെ ഭർത്താവാ. ഒരു പൂജയ്ക്ക് പോവാ. ഞാനൊന്ന് തോട് കടത്തി കൊടുത്തതാ. അച്ഛനോ? ഞാൻ കരുതി തിരുമേനിയുടെ മകളാണെന്ന്. ഞാൻ 5ാമത്തെ വേലിയാ. കഴിഞ്ഞ വർഷമാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞേ. ഞങ്ങൾ തമ്മിൽ 50 വയസ്സിന് വ്യത്യാസാ. 50 വയസ്സില്ലേ? അപ്പോ തിരുമേനിയുടെ കൊച്ചു മകളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ സമുദായത്തിൽ പുരുഷന്മാർക്ക് വാർദ്ധക്യത്തിലും വേലിയാ. അവിടെ സ്ത്രീകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരു വിലയും ഇല്ല. പണ്ടുള്ളവർ ഉണ്ടാക്കിയിട്ട ഓരോ ആചാരങ്ങൾ ഇതൊക്കെ എന്നേ തിരുത്തേണ്ടതായിരുന്നു. അല്ല, അതിരിക്കട്ടെ, കുഞ്ഞിച്ചേരിപ്പോ പനയംകുളങ്ങരയൊന്നും പോവാറില്ലേ? ഞങ്ങളുടെ ചെറുപ്പത്തിലത്തിനടുത്തൂടിയല്ലേ പോവാറ്. കാണാറുണ്ട് തോട്ടുവരപ്പിൽ നിന്ന് വരാലുകളെ നോക്കി നിൽക്കുന്നത്. വരാലുകളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ ഒരിക്കൽ ഇല്ലത്തേക്ക് വരൂ. ഇല്ലപ്പുറത്തിൽ ധാരാളം വരാലുകളുണ്ട്. പുതുമഴ പെയ്തപ്പോ കുറേ കുട്ടികളായിട്ടുണ്ട്. അല്ല, വരാലുകൾ ഇലകളാൽ നീന്തി തുടിക്കുന്നത് കാണാൻ നല്ല രസാ. ഞാൻ ഇല്ലത്തേക്ക് വരുന്നത് തിരുമേനിക്ക് ഇഷ്ടാവോ? തിരുമേനിക്ക് എപ്പോഴും തിരക്കാ. ഇടയ്ക്ക് പൂജയ്ക്ക് പോയാ 2 ആഴ്ച കഴിഞ്ഞൊക്കെ വരൂ. പെറ്റമ്മയെ കാണാൻ പനയംകുളങ്ങര പോകുമ്പോ ഒരിക്കൽ ഞാൻ അങ്ങോട്ട് വരാം. നാം കടമേരി അമ്പലത്തിലൊന്ന് പ്രസാദം കോവിലകത്തേക്ക് പോയിക്കോ. നാം വന്നേക്കാം. ചേരാ, നമ്മുടെ നാടൊക്കെ ചുറ്റി കണ്ടോ നീ? കണ്ടുവച്ചാ നമ്മുടെ നാട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
ഇനി നീ വേണം ഇതൊക്കെ നോക്കി നടത്താൻ. നമുക്ക് വയ്യാണ്ടായി വരണം. അതുപോലെ നിന്റെ പോറ്റം വെക്കും നല്ല സുഖമില്ലല്ലോ. എല്ലാം എനിക്കറിയാം അച്ഛൻ. അച്ഛൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷകളെ ഞാൻ ഒരിക്കലും കളങ്കപ്പെടുത്തില്ല. ആ, നമുക്ക് സന്തോഷമായി മോനെ. നീ എല്ലാം തിരിച്ചറിയുന്നുണ്ടല്ലോ. ഈ കുറ്റിപ്പുറം കോവിലകത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നാം നിന്നിൽ അർപ്പിക്കാം. അച്ഛൻ പറഞ്ഞു വരുന്നത് ഈ കടത്തനാട് രാജ്യത്തിന്റെ അടുത്ത അധികാരിയായി നാം നിന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അച്ഛൻ സമരശാല ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്താ നിനക്കതിന് പ്രാപ്തിയില്ലെന്നുണ്ടോ? അതല്ല, പിന്നെ ഞാനതിന് അർഹനാണോ എന്നാണ്. ചേരൻ പറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല. എന്നെ വളർത്തിയതും വലുതാക്കിയതും എന്റെ എല്ലാ ഇഷ്ടങ്ങളും നടത്തി തന്നതും എന്റെ അച്ഛനാണ്. പക്ഷേ എന്താ ഒരു പക്ഷേ? ഞാൻ എന്റെ അച്ഛന്റെ സ്വന്തം മകനല്ലല്ലോ. നീ നമ്മുടെ സ്വന്തം മകനാണ്. കുട്ടികളില്ലാത്ത നമുക്കും അടുത്ത് സുഖമില്ലാതെ കിടക്കുന്ന നിന്റെ പോറ്റം വെക്കും എല്ലാറ്റിനും വലുത് നീയാണ്. നീ മാത്രമാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ എന്നും പോറ്റമ്മയുടെയും അച്ഛന്റെയും മകൻ തന്നെയായിരിക്കും. നാടുവാഴി സ്ഥലം നൽകാൻ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വരുന്നു. അധികാര സ്ഥാനത്തിനു വേണ്ടി സ്വന്തം പിതാവിന്റെ മരണം പോലും കാത്തുകിടക്കുന്ന എത്രയോ പുത്രന്മാരെ നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ മകൻ അതിൽ നിന്നൊക്കെ ഭിന്നനായതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛനെ സ്നേഹിക്കാനും പരിചരിക്കാനും മാത്രമല്ല, അച്ഛൻ സമരശാല ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ ഒരു മകനെന്ന നിലയിൽ ഞാൻ കടപ്പെട്ടവനാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അച്ഛൻ, നമുക്ക് സന്തോഷമായി മതി, തൃപ്തിയായി. ഒരച്ഛന്റെ മകനിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ് നിന്റെ ഈ വാക്കുകൾ. കർത്തവ്യബോധമുള്ള ഒരു മകനെ വളർത്തുന്നതിൽ അച്ഛന് നേരെ അഭിമാനിക്കുന്നു. കടമകൾ നിർവഹിക്കാൻ ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്ന എന്റെ അച്ഛന്റെ അനുഗ്രഹമാണ് ഇനി എനിക്ക് ആവശ്യം. തീർച്ചയായും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാ അനുഗ്രഹങ്ങളും നാം നിനക്ക്